സജോ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ ഇന്റർവ്യൂ ഇപ്പോൾ ഹിന്ദു ദിനപത്രം അതിൽ ആ, അത് വിവാദമായ ഘട്ടത്തിൽ അവരതിനൊരു വിശദീകരണം നൽകിയിരുന്നു. ഇവിടെ ഇപ്പോൾ രഘുനാഥ് ഇത്തരം ഒരു കുറിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല, അത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല എന്ന് നമ്മളോട് പറയുന്നു. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ അന്ന് ഹിന്ദു ദിനപത്രമൊക്കെ ചെയ്തതുപോലെ ഇനി DC ബുക്സ് ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയും. അപ്പോൾ ഈ പുസ്തകം ഇന്നലെ പുറത്തിറങ്ങാൻ ഇരുന്നതാണ്, അതിൻ്റെ കവർ ചട്ടപ്പ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അവരത് ഇന്നലെ 10:30 അത് പുറത്തിറക്കാൻ തീരുമാനിച്ചതാണ്, ബുക്ക് സ്റ്റോളുകളിലേക്ക് എത്താൻ തയ്യാറായതാണ്, അതെല്ലാം സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ ഔദ്യോഗിക വിശദീകരണം അങ്ങനെയാണ്. അപ്പോൾ പോലീസ് കേസാകുന്നു, ഇപ്പോൾ ADGP അതിൽ DGP പരിശോധനയ്ക്ക് ADGPയെ ചുമതലപ്പെടുത്തുന്നു. ഇത്രയും വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഇതിൽ വ്യക്തത വരുത്താൻ ഇപ്പോൾ രഘുനാഥിന് അത് അസാധ്യമാണെങ്കിൽ പിന്നെ പറ്റുക DC ബുക്സിന് മാത്രമായിരിക്കുമല്ലോ അല്ലെ? അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഈ വിഷയത്തിൽ രഘുനാഥ് പ്രതികരിക്കുന്നതെന്നൊന്ന് കേൾക്കാം. എന്റെ അടുത്ത് നിന്ന് ഇതുവരെ അങ്ങനെ ഒരു വിശദീകരണം തേടിയിട്ടില്ല. എനിക്ക് ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയുന്ന വിവാദ സാധനം ഞാൻ കണ്ടിട്ടില്ല. ബന്ധു എന്ന് പറഞ്ഞ PDF സാധനമോ അല്ലെങ്കിൽ അവര് പ്രസിദ്ധീകരിച്ച സാധനമോ ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല, എന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പറഞ്ഞിരുന്നോ? കണ്ണൂർ ബ്യൂറോ ചീഫ് ഇപ്പൊ ഞാനാണ്. എന്റെ അടുത്ത് വിശദീകരണം തേടിയിട്ടില്ല. ഞാനിപ്പോൾ ഓഫീസിലുണ്ട്. നിങ്ങൾക്ക് ഇട്ടേക്ക് വന്ന് നോക്കാവാണെങ്കിൽ നിങ്ങൾ കണ്ണൂർ ബ്യൂറോ അതാണ് വിളിക്കുന്നത്. യെസ്, പുറത്തു വന്ന വാർത്ത രഘുനാഥ് നിഷേധിക്കുകയാണ്. പാർട്ടി വിശദീകരണം ഒന്നും തേടിയിട്ടില്ല, തൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ആ ചോദ്യങ്ങളോട് മറുപടിയായി പ്രതികരിച്ചത്. സജോ, ഞാൻ ചോദിച്ചത്, അപ്പോൾ അന്ന് ഹിന്ദു ദിനപത്രം ഈ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വലിയ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടർന്ന ഘട്ടത്തിൽ ഒരു മറുപടി നൽകിയിരുന്നു. അതുപോലെ DC ബുക്സിന്റെ ഒരു മറുപടി ആയിരിക്കില്ലേ ഇനി ഇപ്പോഴിതിൽ വ്യക്തത കൊണ്ടുവരാൻ കഴിയുന്നതല്ലേ? മറ്റ് ഭാഗങ്ങളെല്ലാം അവസാനിച്ചു വിജയകുമാർ. അതായത് ഇക്കാര്യത്തിൽ ഇനി സാധ്യമായ ഒരേ ഒരു മാർഗം DC ബുക്സ് വിശദീകരിക്കുക എന്നത് മാത്രമാണ്. അവർ പക്ഷേ ആകെ പറഞ്ഞത് ഞങ്ങൾ ഈ പുസ്തക പ്രകാശനം നീട്ടിവെക്കുന്നു അല്ലെങ്കിൽ മാറ്റിവെക്കുന്നു എന്ന് മാത്രമാണ് അവർ വിശദീകരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ അവർ യഥാർത്ഥത്തിൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വിശദീകരിക്കാവുന്നതേ ഉള്ളൂ എന്താണ് എന്നത് അവരുടെ ഭാഗം. പക്ഷേ അവർ അത് വിശദീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ അവ്യക്തത നീക്കാൻ DC ബുക്സ് വിശദീകരിക്കുക എന്നൊരു സാധ്യത മാത്രമാണ്. അവർ പക്ഷേ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നതാണ്. പാർട്ടി ഈ വിവാദങ്ങൾ ഇവിടം കൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം ഈ വിവാദങ്ങൾ അവസാനിക്കുന്നുവെങ്കിൽ അങ്ങനെ ഈ വിവാദങ്ങൾ അവസാനിക്കട്ടെ എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. കാരണം അതുകൊണ്ടാണ് പാർട്ടി EP-യെ പാർട്ടി വേദികളിലേക്ക് വിളിക്കുകയും ആ പരിപാടിയിൽ എത്തിക്കുകയും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആ വിവാദങ്ങൾ അവസാനിക്കണമെന്ന് പാർട്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഈ വിവാദം തുടരുന്നത് ഗുണകരമാവില്ല എന്ന് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് ഒരു അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ അത്തരം സെക്രട്ടേറിയറ്റ് എന്തെങ്കിലും അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കൊന്നും പോകില്ല എന്നാണ് നമ്മൾ നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ വിഷയം അവസാനിക്കണം, അതൊരു അടഞ്ഞ അധ്യായമായി മാറണമെന്ന് പാർട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ രഘുനാഥ് വിശദീകരിച്ചു, EP അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞു, നിയമ നടപടി സ്വീകരിച്ചു. ഇനിയിപ്പോൾ ഒരേ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ, വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ DC ബുക്സ് വിശദീകരിക്കണം. എന്തുകൊണ്ടാണ് അവർ ഇതുവരെ വിശദീകരിക്കാത്തത് എന്നൊരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴും അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ട്. അതിൽ ഈ വിവാദ ഉള്ളടക്കത്തിന്റെ ഭാഗമില്ലെങ്കിൽ പിന്നെ എന്താണ്? അതാണ് വളരെ പ്രധാനപ്പെട്ട സജോ. അപ്പോൾ അത് എവിടെ നിന്ന് വന്നു, അതെങ്ങനെ DC ബുക്സിൽ കിട്ടി, അവർക്ക് അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു, അതൊക്കെ ഇനിയിപ്പോൾ DC ബുക്സ് വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്തായാലും ദേശാഭിമാനി ലേഖകനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് CPM. ദേശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫ് M രഘുനാഥിനോടാണ് വിശദീകരണം തേടിയത്. ഈ കുറിപ്പുകൾ അദ്ദേഹം തയ്യാറാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വാർത്ത അദ്ദേഹം നിഷേധിക്കുകയാണ്. അങ്ങനെ വിശദീകരണമൊന്നും തേടിയിട്ടില്ല, പാർട്ടി ഒന്നും ചോദിച്ചിട്ടില്ല, തൻ്റെ പേര് EP പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് രഘുനാഥ് മറുപടി നൽകിയത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.